പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സ്ട്രിംഗ് തിയറി ചുരുക്കത്തിൽ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിസൂക്ഷ്മമായ ചലിച്ചുകൊണ്ടിരിക്കുന്ന നൂലിഴകൾ സ്ട്രിങ്സ് കൊണ്ടാണെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഈ നൂലിഴകൾ വ്യത്യസ്ത രീതിയിൽ വിറയ്ക്കുമ്പോഴാണ് വൈബ്രേഷൻസ്, ഇലക്ട്രോൺ, ക്വാർക്ക് തുടങ്ങിയ വ്യത്യസ്ത കണികകൾ ഉണ്ടാകുന്നത്. 11 ഡൈമെൻഷനുകൾ ഉദാഹരണ സഹിതം. 1. ഒന്നാം ഡൈമെൻഷൻ നീളം, ലെങ്ത്. എന്താണ് മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം? ഉദാഹരണം, ഒരു നേർരേഖയിലൂടെ മാത്രം നടക്കുന്നത് പോലെ. 2. രണ്ടാം ഡൈമെൻഷൻ വീതി, വിഡ്ത്. എന്താണ് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ചലനം? ഉദാഹരണം, റോഡിലൂടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നടക്കുന്നത്. 3. മൂന്നാം ഡൈമെൻഷൻ ഉയരം, ഹൈറ്റ്. എന്താണ് മുകളിലേക്കും താഴേക്കുമുള്ള ചലനം? ഉദാഹരണം, പടികൾ കയറുന്നതോ മുകളിലേക്ക് ചാടുന്നതോ. 4. നാലാം ഡൈമെൻഷൻ സമയം, ടൈം. എന്താണ് ഭൂതം, വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, വർത്തമാനം, വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, ഭാവി എന്ന ക്രമം. ഉദാഹരണം, ഒരു സിനിമ സീൻ ബൈ സീനായി കാണുന്നത് പോലെ നമുക്ക് ഇതിൽ പിന്നിലേക്ക് പോകാൻ കഴിയില്ല. 5. അഞ്ചാം ഡൈമെൻഷൻ ബദൽ പാതകൾ, ആൾട്ടർനേറ്റ് പാത്സ്. എന്താണ് നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകാവുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ. ഉദാഹരണം, നിങ്ങൾ കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ പോകുന്നില്ല. ഈ 2 സാധ്യതകളും ഉയർന്ന ഡൈമെൻഷനിൽ നിലനിൽക്കുന്നു. 6. ആറാം ഡൈമെൻഷൻ എല്ലാ സാധ്യതകളും, ഓൾ പോസിബിൾ ഔട്ട്കംസ്. എന്താണ് ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളുടെയും അനന്തരഫലങ്ങൾ ഒരേ സമയം കാണുന്നത്. ഉദാഹരണം, വ്യത്യസ്ത തീരുമാനങ്ങളെടുത്ത നിങ്ങളുടെ തന്നെ പല പതിപ്പുകൾ, വേർഷൻസ്. 7. ഏഴാം ഡൈമെൻഷൻ വ്യത്യസ്ത ഭൗതിക നിയമങ്ങൾ, ഡിഫറെന്റ് യൂണിവേഴ്സ് റൂൾസ്. എന്താണ് നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും വ്യത്യസ്തമായ ഭൗതിക നിയമങ്ങളുള്ള പ്രപഞ്ചങ്ങൾ. ഉദാഹരണം, ഗുരുത്വാകർഷണം വളരെ കൂടുതലുള്ള ഒരു പ്രപഞ്ചം. 8. എട്ടാം ഡൈമെൻഷൻ മൈനസ് അത്തരം പ്രപഞ്ചങ്ങളുടെ ശേഖരം. എന്താണ് വ്യത്യസ്ത നിയമങ്ങളുള്ള എല്ലാ പ്രപഞ്ചങ്ങളുടെയും ഒരു കൂട്ടം. 9. ഒൻപതാം ഡൈമെൻഷൻ ടോട്ടൽ മൾട്ടിവേഴ്സ്, ടോട്ടൽ മൾട്ടിവേഴ്സ്. എന്താണ് എല്ലാ പ്രപഞ്ചങ്ങളും അവയിലെ എല്ലാ ടൈം ലൈനുകളും ചേർന്ന അവസ്ഥ. 10. പത്താം ഡൈമെൻഷൻ എല്ലാം, എവറിത്തിങ് പോസിബിൾ. എന്താണ് നിലനിൽക്കാൻ സാധ്യതയുള്ള എല്ലാറ്റിൻ്റെയും പരിധി. ഇതിനപ്പുറം പുതിയതായി ഒന്നും ഉണ്ടാകാനില്ല. 11. 11ാം ഡൈമെൻഷൻ ബ്രെയിൻ സ്പേസ്, ബ്രെയിൻ സ്പേസ്. എന്താണ് പ്രപഞ്ചങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു വലിയ ഇടം. ഉദാഹരണം, നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ മുറിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഷീറ്റ് പോലെയാണ്. ഗുരുത്വാകർഷണത്തിന് ഇത്തരം ഷീറ്റുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ലളിതമായ ചുരുക്കം 1 മുതൽ 3 വരെ. സ്ഥലം, സ്പേസ്. 4. സമയം, ടൈം. 5 മുതൽ 10 വരെ. മറഞ്ഞിരിക്കുന്ന സാധ്യതകളും പ്രപഞ്ചങ്ങളും. 11. എല്ലാ പ്രപഞ്ചങ്ങളെയും ഉൾക്കൊള്ളുന്ന വലിയ ഇടം. നമ്മൾ 4Dയിൽ ജീവിക്കുന്നു, 11Dയിൽ നിലനിൽക്കുന്നു. എന്നാൽ നമുക്കതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ കഴിയൂ.